ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഈ പറയുന്ന PSC ഉദ്യോഗാർത്ഥികളിൽ പ്രധാനമായിട്ടും ഉടലെടുത്തിട്ടുള്ള ഒരു ചോദ്യത്തിന്മേൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ചോദ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ആ ചോദ്യം എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളിൽ ഈ പറയുന്ന രീതിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്ന കുറച്ച് വാർത്തകൾ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നാമത് തന്നെ ഈ പറയുന്ന കേരള PSC ഏറ്റവും കൂടുതൽ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ അഡ്വൈസുകൾ കൊടുക്കുന്നത് കേരള PSC ആണ് അല്ലെ. ഏകദേശം 36,813 അപ്പോയിന്റ്മെന്റ് 2025 തന്നെ PSC നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ ഈ പറയുന്ന മാധ്യമങ്ങൾ തന്നെ ഈ പറയുന്ന രീതിയിൽ PSC-കളിൽ ഈ പറയുന്ന വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുകളെല്ലാം തന്നെ ഈ പറയുന്ന പാഴ്വാക്കുകളായിട്ട് പോകുന്നുണ്ട് എന്നീ പറയുന്ന രീതിയിൽ. അതേപോലെ തന്നെ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന്റെ പട്ടികയിലേക്കുള്ള ആളുകളെ കുറയ്ക്കുന്നു എന്നീ പറയുന്ന ഒരുപാട് വാർത്തകൾ കേട്ട് തഴമ്പിച്ച് പ്രധാനമായിട്ട് ഈ പറയുന്ന എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളൊരു ഒരു സങ്കടത്തിലേക്ക് പൊതുവെ നമ്മൾ എത്തിച്ചേരാറുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പൊ ആ ഒരു നിമിഷത്തിലാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, PSC പഠിക്കുന്നത് ഇനി ബുദ്ധിപരമായ ഒരു കാര്യമാണോ അല്ലയോ എന്നുള്ളത് അല്ലെ. PSCക്ക് ഇനി പഠിക്കണോ വേണ്ടോ എന്നുള്ളത്. ഓക്കെ, പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് വാർത്തകളാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ശരിയാണ്, കുറെ വാർത്തകളൊക്കെ തന്നെ ശരി തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത് എപ്പോഴാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന രീതിയിൽ വാർത്തകളിൽ ഈ പറയുന്ന LGSന് ഈ പറയുന്ന രീതിയിൽ ആളുകൾ എടുക്കുന്നില്ല, LDക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല, LPUPക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ രീതിയിൽ വാർത്തകൾ കേൾക്കുമ്പോൾ, ഈ പറയുന്ന രീതിയിൽ മുട്ടിലഞ്ഞ സമരങ്ങൾ നടത്തുമ്പോൾ, അത് കൂടാതെ തന്നെ ഈ പറയുന്ന കടലുകളിൽ ഈ പറയുന്ന രീതിയിൽ ലെക്ചറുകൾ ഒഴുക്കുമ്പോഴോ എല്ലാം തന്നെ ഒരു PSC പഠിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ആളെ തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ ഞാൻ ഈ പണിക്ക് ഇനി യോഗ്യനാണോ എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് എന്നുള്ളതാണ് അല്ലെ. ഇത്തരത്തില് സ്വന്തം കഴിവിൽ ഇത്തരത്തിലൊരു സംശയം ഉളവാക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യം അറിയേണ്ടത് PSCക്ക് തയ്യാറെടുക്കുന്നവരിൽ 3 വിഭാഗം ആളുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു ജോലി എന്നുള്ളത് സ്വപ്നമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ. അതായത് എനിക്കിപ്പോൾ പോലീസ് ആവണം, അല്ലെങ്കിൽ എനിക്ക് പറയുന്ന രീതിയിൽ ഒരു വില്ലേജ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഒരു IAS ഉദ്യോഗസ്ഥനാവണം എന്ന് പറയുന്ന രീതിയിൽ ഒരു അംബീഷൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ. രണ്ടാമതായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ജോലിയാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്, ഏറ്റവും സെക്യുലർ ആയിട്ടൊരു ജോലി. പറയുന്നത് സെക്യൂർ ആയിട്ടൊരു ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും PSC ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പഠിക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികൾ. മൂന്നാമത് പറയുന്നത് വിഭാഗം അതിനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു കാലത്ത് ഈ പറഞ്ഞ ട്രെൻഡ് ഏതാണ്, ആ ട്രെൻഡ് അനുസരിച്ച് ഈ പറയുന്ന രീതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അതായത് ഒരു കാലത്ത് ഗൾഫിലേക്ക് പോകുന്നതാണ് ട്രെൻഡ്, മറ്റു സമയത്തേക്ക് പിന്നെ PSCയിലേക്ക് തിരിഞ്ഞു, പിന്നെ യൂറോപ്പിലേക്ക് പോകുന്നതാണ് ട്രെൻഡ്. ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം യൂറോപ്പിൽ ഈ പറഞ്ഞ രക്ഷയില്ലെന്ന് മനസ്സിലാകുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്നുള്ള ഒരു സംശയത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PSCയിലെ നിയമനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ അഡ്വൈസ് ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്ന എല്ലാവർക്കും തന്നെ നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. അത് കറക്റ്റ് നമുക്കൊരിക്കലും നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, ഈ പറഞ്ഞ രീതിയിൽ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടുന്ന എല്ലാവരെയും തന്നെ PSC പറഞ്ഞ രീതിയിൽ ജോലിക്ക് എടുക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിച്ചു പോകുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് രാവും പകലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർ ഈ പറയുന്ന മുട്ടിലഞ്ഞ സമരവും അല്ലെങ്കിൽ ഈ പറയുന്ന കളിലേക്ക് ഈ പറയുന്ന രീതി പ്രതിഷേധങ്ങളൊക്കെ നടത്തിയതിനു ശേഷം തന്നെയാണ് ഇവർ ഈ പറയുന്ന ഓരോന്നും നേടിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ കേട്ടതിനു ശേഷം നമ്മൾ ഈ പറയുന്ന വിട്ടിട്ട് പോവുകയാണെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആദ്യത്തെ ഒരു ഊർജ്ജത്തിലൊരു മോട്ടിവേഷൻ നമ്മൾ ആദ്യം എടുത്ത് എന്ത് ചെയ്യും, PSCയിലേക്ക് SSCയിലേക്ക് എടുത്ത് ചാടും ആണല്ലോ. എന്നിട്ട് നമ്മൾ 1 വർഷം 2 വർഷം കാലമൊക്കെ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പരിശ്രമിക്കും. അതിനുശേഷം ഇതെനിക്ക് പറ്റിയ പണിയില്ല എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ജോലിയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ പഠിച്ചാണ് ഈ പറയുന്ന രീതിയിൽ PSC പഠിച്ച് ജോലിക്ക് കയറും. അപ്പോൾ പിന്നെയും വിഷമമാവും, പിന്നെ നമ്മൾ ഈ പറയുന്ന PSCയിലേക്ക് വരും. കുറച്ച് നാൾ ഇവിടെ പിന്നെ ഇരുന്ന് പഠിക്കും. പിന്നെ ഈ പറയുന്ന രീതിയിൽ അത് എന്നെ കൊണ്ട് ഒക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ പ്രൈവറ്റ് ജോലിയിലേക്ക് പോകും. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷകൾ നടക്കും. പിന്നെ കൂടെ ഉള്ള ചിലപ്പോൾ കയറിയെന്ന് വരും, പിന്നെ സങ്കടമാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറയുന്ന മൈൻഡ് സെറ്റ് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇവർ ഈ പറയുന്ന രീതിയിൽ സങ്കടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ഒരുപാട് പരീക്ഷകൾ ഇനി വരാൻ വേണ്ടി പോവുകയാണ്. ഈ പറയുന്ന കമ്പനി ബോർഡിന്റെ VFA, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ
എന്താണ് ബെക്കോയുടെ അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ഒക്കെ ഒരുപാട് എക്സാമിനേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പറഞ്ഞ എക്സാമിനേഷൻ മെയ്യോടുകൂടി തന്നെ നടക്കും. അതിന് പ്രിലിംസ് മെയിൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം നല്ലൊരു വിഭാഗം തന്നെ പറഞ്ഞ ആളുകൾക്കെല്ലാം തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് മുന്നിൽ നിൽക്കാൻ തന്നെ ഈ പറഞ്ഞ രീതിയിൽ അഡ്വൈസുകളുടെ എണ്ണവും അതേപോലെ തന്നെ നിയമനം നടക്കുന്ന എണ്ണവും കുറവാണെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ അഡ്വൈസുകളുടെ എണ്ണം കുറയുക അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളെ തന്നെ എടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥിരം പല്ലവി തന്നെയാണ്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ ഒരിക്കലും എടുക്കാറില്ല. അതേപോലെ തന്നെ വർഷാവർഷങ്ങളിലായിട്ട് ഈ പറയുന്ന നിയമനങ്ങൾ നടത്തുന്നത് കുറഞ്ഞു വരുന്ന സമയം കൂടിയാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 100 നിയമനങ്ങൾ നടക്കുകയാണെങ്കിൽ ആ 100-ൽ ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ആകെ 100 നിയമനങ്ങളെ നടക്കുന്നുള്ളൂ എങ്കിൽ ആ 100-ൽ ഒരാളാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് PSCക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സാധാരണ ഒരു സിലബസ് ബേസിൽ പറയുന്നതാണ്. ഒരു 10ാം ക്ലാസ് എക്സാമിനേഷൻ, പ്ലസ് 2 ബേസ് എക്സാമിനേഷൻ ഒന്നുമല്ല. ഇതൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. അതായത് ഇവിടെ ഇറങ്ങി ഓടുന്നവന്, ആദ്യം ഓടി എത്തുന്നവനെ ഇവിടെ എന്ത് കിട്ടത്തുള്ളൂ, ജോലി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലെ, ആദ്യം ഇറങ്ങി ഓടുന്നവനെ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും പരമാവധി എത്രയും സ്പീഡിൽ ഓടാൻ സാധിക്കുക അത്രയും സ്പീഡിൽ ഓടുക, ഏറ്റവും വലിയ റാങ്കിൽ, ഇപ്പൊ റാങ്ക് ലിസ്റ്റ് തന്നെ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്തുക, ആ റാങ്കിൽ എത്തുക ശേഷം എന്ത് ചെയ്യുക, ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട്, പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അഡ്രസ്സ് ചെയ്യണം, അഡ്രസ്സ് ചെയ്യുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിനോടൊപ്പം തന്നെ ഇതിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അല്ലെ, പറഞ്ഞ രീതിയിൽ ഇനിഷ്യേറ്റീവ് എടുക്കാതെ ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയായ ഒരു രീതിയല്ല. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ ഓടി ഒന്നാമത് എത്തിയതിനു ശേഷം അവർക്ക് ഈ പറയുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആകെ 1000 വേക്കൻസികൾക്കാണ് വിളിക്കുന്നതെങ്കിൽ 1000 വേക്കൻസിയിൽ ഒരാളായിട്ട് നമ്മൾ മാറണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. അല്ലേ, വർഷങ്ങളോളം കഴിയുന്നതോറും ഈ പറയുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരും. ഈ പറയുന്നത് പണ്ട് 5000 പേര് എടുത്തെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ 1000 പേരെ മാത്രമേ എടുക്കുന്നുള്ളായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ 5000 പേരിൽ നേരത്തെ എടുത്തുകൊണ്ട് തന്നെ 5000 പേര് തന്നെ എടുക്കുക എന്നുള്ള ഒരു ഓർമ്മയിൽ ഇരിക്കാതെ തന്നെ 1000 പേരാണ് എടുക്കുന്നതെങ്കിൽ 1000-ൽ ഒരാളായിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പരിശ്രമിക്കുക എന്നുള്ളത് ആണ്. ഞാൻ ഈ പറയുന്ന രീതിയിൽ എന്തുകൊണ്ട് വീണ്ടും പരിശ്രമിക്കുക ഈ പറയുന്ന രീതിയിൽ PSC ഈ പറയുന്ന മറ്റ് ജോലികൾക്ക് വേണ്ടിയിട്ട് PSC ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ നമ്മൾ നിൽക്കുന്ന മേഖലയിൽ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് നാളെങ്കിലും നിങ്ങളെ കൊണ്ട് ഒക്കുന്നെങ്കിൽ, ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഈ PSC എന്നുള്ള മേഖല നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ എന്താണ് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ അത്യാവശ്യം നല്ലൊരു വിഭാഗത്തിലെ ആളുകൾ തന്നെ അൺഎംപ്ലോയിഡ് ആണ്. അല്ലേ, ഇപ്പം 100% ലിറ്ററസി ഉള്ള ഈ പറഞ്ഞ കേരളത്തിൽ 45% വരുന്ന ആളുകൾ അൺഎംപ്ലോയിഡ് ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആ ഒരു കണക്കെടുത്ത് നോക്കിയാൽ തന്നെ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാലത്ത് ജോലി നേടിയെടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ കിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്താൽ മാത്രമേ ഈ പറഞ്ഞ ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പറഞ്ഞ സ്കില്ലൊന്നും ഇല്ലാത്ത പക്ഷം, നല്ലൊരു സ്കില്ല് നമ്മുടെ കയ്യിലില്ല, ഈ പറയുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഡെവലപ്പ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത പക്ഷം നമുക്ക് പെട്ടെന്ന് കയറി രക്ഷപ്പെടാനുള്ള വഴിയൊന്നും പ്രധാനമായിട്ടും മുന്നിൽ തെളിഞ്ഞു കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് പിടിച്ചു കയറാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കയറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിന്മേൽ ഒരു റിഗ്രറ്റ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരച്ചിട്ട് പാടുള്ള കാര്യം തന്നെയാണ്. അല്ലേ, പറയുന്ന രീതിയിൽ ഒരു ഈ പറയുന്ന രീതിയിൽ ഒന്ന് ഇട്ടിട്ട് പോയതിനു ശേഷം പിന്നെ തിരിച്ചു വന്ന് ആദ്യം മുതൽ ഒന്നേന്ന് വന്ന് തുടങ്ങുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാർത്തകൾ പലതും വന്നിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ആദ്യത്തെ 100 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 100-ലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിപ്പെടാന്നുള്ളത്, അല്ലെ എത്രയും പെട്ടെന്ന് ഓടി എത്താന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ്. ആ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതല്ല ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിയ ശേഷം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വഴിയെ വെച്ച് നിങ്ങൾ തോന്നുകയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് സെറ്റായ ഒരു മേഖല അല്ല ഈ PSC എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിടുക. ഓക്കെ, നിങ്ങൾ മറ്റൊരു സ്കില്ല് നേടിയ ശേഷം ഈ പറയുന്ന രീതിയിൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറുന്നതായിരിക്കും ബുദ്ധി എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷമാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു അംബീഷനാണ് ഇതെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ സ്വപ്നമാണ് ഇതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെ നിൽക്കുക, നിങ്ങൾക്ക് അതിനെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന രീതിയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഉള്ളത് എന്നുള്ളതാണ്. കാരണം 3 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ഈ പറയുന്ന തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുണ്ടാകുന്ന കർണാടകയെക്കാൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിൽ ഒരു പോപ്പുലേഷൻ ടു ഗവൺമെന്റ് എംപ്ലോയി റേഷ്യോ എന്ന് പറയുന്നത് കേരളത്തിലാണ് കൂടുതൽ. അല്ലെ, ഏകദേശം ഈ പറയുന്ന ഒരു 60-70 ഈ പറയുന്ന ആളുകൾക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ എന്ന രീതിയിലാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് ഇന്ന് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ജോലി നേടുക എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്നുള്ളത്. അപ്പം അതിലേക്ക്
ഇറങ്ങിത്തിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. അതിലേക്ക് കൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം. അതിന് പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വിട്ടിട്ട് പോവുക. ഓക്കെ, അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അംബീഷനായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് തന്നെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ കാണാം. ഓക്കെ, ശരിയാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും, വ്യത്യസ്ത ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ ഉള്ളവർ കാണും. ഓക്കെ, നിങ്ങൾക്കെല്ലാം തന്നെ ഈ പറയുന്ന താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനീ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചൊരു ആശയത്തിലേക്ക് എത്തേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി വരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇനിയും ഒട്ടും നിങ്ങൾ താമസിച്ചിട്ടില്ല. ഈ പറയുന്ന രീതിയിൽ ഇനിയും എക്സാമിനേഷൻ വരാൻ വേണ്ടി ഇരിക്കുകയാണ്. കമ്പനി ബോർഡിൻ്റെ ആയിക്കോട്ടെ, ബെപ്കോയുടെ ആയിക്കോട്ടെ, VFയുടെ എല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻസ് ഇനി വരാനിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അത്തരത്തിൽ വരാൻ പോകുന്ന പരീക്ഷകൾ കൊണ്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, VFയ്ക്ക് ആയിക്കോട്ടെ, മറ്റും ഈ പറയുന്ന ഒരു ബാച്ച് പറയാവുന്ന ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറഞ്ഞ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നിയമനങ്ങൾ നടത്തുന്ന ഒരു ഭാഗം തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് പറ്റും, ഓടിയെത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള ട്രെയിനിങ് മറ്റ് ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താം, അതായത് ഈ പറയുന്ന രീതിയിൽ എങ്ങനെ പഠിക്കണം, അതേപോലെ തന്നെ ഇവിടെ നിന്ന് പഠിച്ചു തുടങ്ങുന്നതിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യാം, എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം പറഞ്ഞ് നിർത്താനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇത്രയും നേരം പറഞ്ഞൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്കില്ലുണ്ട്, നിങ്ങൾ അത് ഈ പറയുന്ന രീതിയിൽ അത് PSCയിലല്ല അവിടെ നിങ്ങൾ ആ സ്കില്ല് കാണുന്നതെങ്കിൽ, പറയാം PSCയിൽ നിങ്ങൾക്ക് ഒരു ഭാവി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, മറ്റൊരു സ്കില്ല് തിരഞ്ഞെടുത്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾ ഒരു അംബീഷനായിട്ടാണ് ഇത് കണക്കാക്കുന്നതെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇത് നേടിയെടുത്തേ കഴിയുമെന്നുണ്ടെങ്കിൽ ആകെ നടത്തുന്നത് 10 നിയമനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന ആദ്യം നടത്തുന്നത് 100 നിയമനങ്ങളായിക്കോട്ടെ, ആ 100ൽ എന്ത് ചെയ്യുക, കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിയമനങ്ങൾ നടത്താതിരിക്കുന്ന സത്യം പറഞ്ഞ ഒരു വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ പൊളിറ്റീഷ്യൻസ് മറ്റു കാര്യങ്ങളെല്ലാവരും കൂടി ഇത് ചിന്തിച്ചതിന് ശേഷം അതിന് നല്ലൊരു പോംവഴി പെട്ടെന്ന് എന്നാണ് കൊണ്ടുവരണം. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വിഷമങ്ങൾക്കൊരു അറുതി കൊണ്ടുവരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. അതും അഡ്രസ്സ് ചെയ്യേണ്ടതായുള്ള വിഷയം തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന രീതിയിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടതെന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഈ ഒരു വിഷയത്തിന്മേൽ എന്തെങ്കിലും പറയാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു, ബൈ.